everyone. Welcome back to Xylem. Welcome back to the world of English. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡു ഇറ്റ് ലേൺ ഇറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ ഗ്രാമർ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം. ആൻഡ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഗ്രാമർ ടോപ്പിക്കാണ്, വിച്ച് ഇസ് റിപ്പോർട്ടഡ് സ്പീച്ച്. ആൻഡ് റിപ്പോർട്ടഡ് സ്പീച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഏറ്റവും ബേസ് മുതൽ പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അതിന് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ താഴെ ഒരു ലൈവിന്റെ ലിങ്ക് കൂടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, റിപ്പോർട്ടഡ് സ്പീച്ച് Xylem എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു ലൈവിന്റെ ലിങ്ക് കിട്ടും. അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഓൾറെഡി റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചെയ്തു നോക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. ആൻഡ് ദിസ് വീഡിയോ ഈസ് വെരി ക്രൂഷ്യൽ. എന്തുകൊണ്ടാണെന്നറിയോ? റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞൊരു 3-4 വർഷം വരെയൊക്കെ അത്യാവശ്യം എളുപ്പമായിരുന്നു. എന്നാൽ 2023 ഡിസംബർ മാസം നടന്ന ക്രിസ്മസ് എക്സാമിന് ചോദിച്ച റിപ്പോർട്ട് സ്പീച്ചിന്റെ ചോദ്യം കുറച്ച് ഒരു ട്വിസ്റ്റഡ് ആയിരുന്നു. അത് എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ബേസ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമ്മൾ 4 പ്രധാനപ്പെട്ട റിപ്പോർട്ട് സ്പീച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തു നോക്കുന്നത്. സോ റെഡി ആയിട്ടിരിക്കുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ടേക്ക് യുവർ ടൈം. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം, ഒന്ന് ചെയ്തു നോക്കാം, എന്നിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, റെഡി? സോ മക്കളെ, ആലോചിക്കേണ്ട കാര്യം ഇതാണ്. നമ്മളൊരു റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യുന്ന സമയത്ത് 4 സ്റ്റെപ്സ് ആണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. സ്റ്റെപ്പ് നമ്പർ 1, റൈറ്റ് ഹു ആസ്ക്ഡ് ഓർ റിപ്ലൈ ടു ഹും. ആര് ആരോട് ചോദിച്ചു അല്ലെങ്കിൽ ഉത്തരം കൊടുത്തു എന്ന് എഴുതുക. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. ഓക്കെ, സോ സ്റ്റെപ്പ് നമ്പർ 1 എന്താണ് എഴുതേണ്ടത്? ആര് ആരോട് ചോദിച്ചു. ഇവിടെ ആരോടാ ചോദിച്ചത്? അദിച്ചി ആസ്ക്ഡ് ഫിദേസ് മദർ. അദിച്ചി ഫിദയുടെ അമ്മയോട് ചോദിച്ചു. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 എന്താ? സ്റ്റെപ്പ് നമ്പർ 2, റൈറ്റ് ആൻ അപ്രോപ്രിയേറ്റ് ലിങ്കിങ് വേർഡ്. എന്താണ് റൈറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ലിങ്കിങ് വേർഡ്? അനുയോജ്യമായ ലിങ്കിങ് വേർഡ് എഴുതുക. നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ തന്നത് ഒരു WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ ലിങ്കിങ് വേർഡ് സെയിം ക്വസ്റ്റ്യൻ വേർഡ്, അതേ ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും. നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ തന്നത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് ലിങ്കിങ് വേർഡ്. നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ തന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ ലിങ്കിങ് വേർഡ് ദാറ്റ് ആയിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ തന്നിട്ടുള്ളത് ഒരു WH ക്വസ്റ്റ്യൻ ആണ്. സോ WH ക്വസ്റ്റ്യന്റെ ലിങ്കിങ് വേർഡ് എന്താണ്? അതേ ക്വസ്റ്റ്യൻ വേർഡ് ആണ്. സോ ഇവിടെ നമ്മൾ ഹു എന്ന് പറഞ്ഞ് ലിങ്കിങ് വേർഡ് എഴുതുന്നു. റൈറ്റ്? ദെൻ തേർഡ് സ്റ്റെപ്പ് എന്താണ്? തേർഡ് സ്റ്റെപ്പ് വളരെ ക്രൂഷ്യൽ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. റൈറ്റ് ദ സബ്ജക്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ലിങ്കിങ് വേർഡ്. ലിങ്കിങ് വേർഡ് കഴിഞ്ഞ ഉടനെ സബ്ജക്ട് എഴുതുക. എന്നാൽ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ ഇങ്ങനെയുള്ളൂ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യം, ഫോർ എക്സാമ്പിൾ ഇതാണ് നിങ്ങളുടെ ചോദ്യം എന്ന് വിചാരിക്കും. അതൊരു WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ, എന്താണെങ്കിൽ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന വേർബ്, ഓക്സിലറി വേർബ് അല്ല, മെയിൻ വേർബ് ഒരു V2 ഫോം ആണെങ്കിൽ, ഇപ്പൊ മെയ്ഡ് എന്ന് പറയുന്നത് V2 ആണ്, നിങ്ങൾക്ക് അറിയാം അല്ലെ? ആലോചിച്ച് നോക്കി. മേക്ക്, മെയ്ഡ്, മെയ്ഡ്. സോ മെയ്ഡ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്? V2 ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ WH ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് V2 വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തുണ്ടാവില്ല? സബ്ജക്റ്റ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ലിങ്കിങ് വേർഡ് കഴിഞ്ഞ് സബ്ജക്റ്റ് എഴുതുക എന്നുള്ളത് അവിടെ അപ്ലിക്കബിൾ ആയിരിക്കില്ല. ഗെറ്റ് ദാറ്റ് ഇൻ ടു യുവർ തിക് സ്കൾ. ബിക്കോസ് ഇതുപോലൊരു ചോദ്യമാണ് കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമ്മളെ വട്ടം കറക്കിയത്. സോ ഇവിടെ WH ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് മെയ്ഡ് എന്ന് പറഞ്ഞ V2 ആയതുകൊണ്ട് നിങ്ങൾ അവിടെ സബ്ജക്റ്റ് തപ്പി പോകണ്ട. ഈ മെയ്ഡിന് എന്തിലേക്ക് മാറ്റിയാൽ മതി? അടുത്ത സ്റ്റെപ്പിൽ പാസ്റ്റിലേക്ക് മാറ്റിയാൽ മതി. അപ്പൊ നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നു. സ്റ്റെപ്പ് നമ്പർ 4, തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വേർബിനെ അല്ലെങ്കിൽ മെയിൻ വേർബിനെ പാസ്റ്റിലേക്ക് മാറ്റുക. എങ്ങനെയാണ് സാർ? ഒന്നുകൂടെ പറഞ്ഞേ സാർ. തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വേർബിനെ അല്ലെങ്കിൽ മെയിൻ വേർബിനെ പാസ്റ്റിലേക്ക് മാറ്റുക. ഞാനത് ഒന്നുകൂടെ ക്ലാരിറ്റി തരാം കേട്ടോ. നിങ്ങൾക്കൊരു സെന്റൻസിൽ ഓക്സിലറി വേർബും മെയിൻ വേർബും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓക്സിലറി വേർബിനെ മാത്രം പാസ്റ്റിലേക്ക് മാറ്റിയാൽ മതി, മെയിൻ വേർബിനെ മാറ്റണം. ഇനി മെയിൻ വേർബ് മാത്രമേ ഉള്ളൂ എങ്കിൽ മെയിൻ വേർബിനെ പാസ്റ്റിലേക്ക് മാറ്റണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം V1, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ തന്നത് V1 ആണെങ്കിൽ അതിന് എന്തിലേക്ക് മാറ്റണം? V2ലേക്ക് മാറ്റണം. ഇനി നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ തന്നത് V2 ആണെങ്കിലോ? V2 ആണെങ്കിൽ had plus V3ലേക്ക് മാറ്റണം. ആൻഡ് ഇനി നമ്മൾ ഓക്സിലറി വേർബ്സ് വന്നാൽ എന്താ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക്
ഈസ് ഓർ ആം ഓർ ആർ, ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നാണ് വന്നതെങ്കിൽ അതിന് എന്തിലേക്ക് മാറ്റിക്കോളുക? വാസ് അല്ലെങ്കിൽ വേറിലേക്ക് മാറ്റിക്കോളുക. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സബ്ജക്ട്. നിങ്ങളുടെ സബ്ജക്ട് സിംഗിളർ ആണെങ്കിൽ വാസ്, പ്ലൂറൽ ആണെങ്കിൽ വേർ. ഇനിയോ ഡു അല്ലെങ്കിൽ ഡസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഡിഡിലേക്ക് മാറ്റിക്കോളുക. അതുപോലെ ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതിന് എന്തിലേക്ക് മാറ്റിക്കോളുക? ഹാഡിലേക്ക് മാറ്റിക്കോളുക. ഇത് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ വന്ന എന്തിലേക്ക് മാറ്റാം? വില്ല്, ഷാള്, ക്യാൻ, മേ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വില്ല് വന്നാൽ നമ്മൾ എന്തിലേക്ക് മാറ്റും? വുഡിലേക്ക് മാറ്റും. ഷോള് വന്നാൽ ഷുഡിലേക്കാണ് സാധാരണ മാറ്റുക, അവിടെ എക്സെപ്ഷൻ ഉണ്ട്, ഞാൻ പറയാം. ക്യാൻ വന്നാൽ എന്തിലേക്ക് ചേഞ്ച് ചെയ്യണം? കുഡിലേക്ക് ചേഞ്ച് ചെയ്യണം. മേ വന്നു കഴിഞ്ഞാൽ മൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. സോ ഇതാണ് നമുക്ക് അറിയാവുന്ന ബേസിക് കാര്യം. എന്നാൽ ഞാൻ ഇനിയും ചോദ്യം ചോദിക്കാൻ പോവാണ്. V1 വന്നാൽ V2ലേക്ക് മാറും, V2 വന്നാൽ ഹാഡ് പ്ലസ് V3ലേക്ക് മാറും. എന്നാൽ ഹാഡ് പ്ലസ് V3 വന്നാലോ? ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ നോ ചേഞ്ച്. അതായത് ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തന്നെ എഴുതിക്കോളുക? ഹാഡ് പ്ലസ് V3ലേക്ക് തന്നെ എഴുതിക്കോളുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഐ ഹാഡ് ബോട്ട് എ ന്യൂ ബൈക്ക്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നാസർ സെഡ് ദാറ്റ് ഹി ഹാഡ് ബോട്ട് എ ന്യൂ ബൈക്ക്, അവിടെ ചേഞ്ച് ഉണ്ടാവില്ല. അടുത്തത് ഈസ് ഓർ ആം ഓർ ആർ വന്നാൽ വാസ് ഓർ വേർ ആവുന്ന സാറ് പറഞ്ഞു. അപ്പൊ വാസ് ഓർ വേർ വന്നാലോ? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. വാസ് ഓർ വേർ വന്നാൽ നിങ്ങൾ അതിനെ ഹാഡ് ബീനിലേക്ക് മാറ്റണം. എന്തിലേക്ക് മാറ്റണം? ഹാഡ് ബീനിലേക്ക് മാറ്റണം. അതുപോലെ ഡൂം ഡസും വന്നാൽ ഡിഡ് ആവും എന്ന് നമ്മൾ പറഞ്ഞു. ഡിഡ് വന്നാലോ? വെരി ക്രൂഷ്യൽ, വെരി ഇമ്പോർട്ടൻറ്റ്. ഡിഡ് വന്നു കഴിഞ്ഞാൽ അതിലെ ബേസ് ഫോം ഓഫ് ദ വെർബിനെ ഹാഡ് പ്ലസ് V3ലേക്ക് മാറ്റണം. എന്തിലേക്ക് മാറ്റണം? ഹാഡ് പ്ലസ് V3ലേക്ക് മാറ്റണം. ഇനി ഈ പറയുന്നതിനൊന്നും ചേഞ്ച് ഇല്ല കേട്ടോ. അതായത് ഹാഡ്, കുഡ്, ഷുഡ്, വുഡ്, മൈറ്റ് ഇതുപോലെയുള്ള പാസ്റ്റ് ഫോംസ് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ചേഞ്ച് ഒന്നുമില്ല. ഹാഡ് വന്നു കഴിഞ്ഞാൽ ഹാഡ് തന്നെയാണ്, വുഡ് ആണെങ്കിൽ വുഡ് തന്നെയാണ്, ഷുഡ് ആണെങ്കിൽ ഷുഡ് തന്നെയാണ്, കുഡ് ആണെങ്കിൽ കുഡ് തന്നെയാണ്, മൈറ്റ് ആണെങ്കിൽ മൈറ്റ് തന്നെയാണ്. സോ ഇതാണ് ആ മാജിക് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? അതേ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. സിമ്പിൾ ആണ്. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? ഇവിടെ മെയ്ഡ് എന്ന് പറഞ്ഞ V2 ആണ് വന്നിട്ടുള്ളത്. നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ്, അതായത് നോക്കൂ, ഇവിടെ ഹൂ എന്ന് പറയുന്നത് ലിങ്കിങ് വേർഡ് ആയിരുന്നു കേട്ടോ. എന്താണ് ഹൂ എന്ന് പറയുന്നത്? ലിങ്കിങ് വേർഡ് ആണ്. ലിങ്കിങ് വേർഡ് ഇരുന്ന മാർക്ക് കിട്ടില്ല നിങ്ങൾക്ക്. സോ ഹൂ എന്ന് പറഞ്ഞ് ലിങ്കിങ് വേർഡ് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണഗതിയിൽ സബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. എന്നാൽ ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. കാരണം ഇവിടെ WH ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് V2 ആണ് വന്നത്. അപ്പൊ പിന്നെ ഒന്നും നോക്കാനില്ല. V2നെ എന്തിലേക്ക് മാറ്റണം? V2നെ ഹാഡ് പ്ലസ് V3ലേക്ക് മാറ്റണം. സോ മെയ്ഡിന്റെ ഹാഡ് പ്ലസ് V3 എന്താണ്? ഹാഡ് മെയ്ഡ് ആണ്. ഹൂ ഹാഡ് മെയ്ഡ്. ഹൂ ഹാഡ് മെയ്ഡ് ദിസ് ബാസ്കറ്റ്. ഈ ബാസ്കറ്റ് എന്നുള്ളത് ആ ബാസ്കറ്റ് എന്നാവും, ദാറ്റ് ബാസ്കറ്റ് എന്നാവും. ഓക്കെ, ഡൺ. ശരി, ഇനി ബി പാർട്ട് അതിലും സിമ്പിൾ ആണ്. നോക്കൂ, ഫിദേസ് മദർ ആസ്ക്ഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഫിദേസ് മദർ റിപ്ലൈ ചെയ്തതാണ്. സോ ഫിദേസ് മദർ റിപ്ലൈഡ്. ഫിദേസ് മദർ റിപ്ലൈഡ്. സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 എന്തായിരുന്നു? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലിങ്കിങ് വേർഡ് ചേർക്കുക. എന്താ ലിങ്കിങ് വേർഡ്? ദാറ്റ് ആണ്. സോ ഫിദേസ് മദർ റിപ്ലൈഡ് ദാറ്റ്. എന്തുകൊണ്ടാണ് സർ ദാറ്റ് ആയത്? കാരണം ഇതൊരു ഉത്തരമാണ്. ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ലിങ്കിങ് വേർഡ് എന്താണ്? ദാറ്റ്. ദാറ്റ് സബ്ജക്ട് ഏതാണ്? ലിങ്കിങ് വേർഡ് കഴിഞ്ഞാൽ സബ്ജക്ട് ഉപയോഗിക്കണം. ഇത് എക്സെപ്ഷണൽ കേസ് ഒന്നും അല്ല. സോ ഫിദയുടെ ബ്രദർ ആണ് അത് ഉണ്ടാക്കിയത്. സോ ഫിദയുടെ ബ്രദർ ആണ് സബ്ജക്ട്. സോ that Fide's brother. Yes. ഇനിയോ ഹാസ് മെയ്ഡ് ഇറ്റ്. നേരത്തെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഹാസ് എന്ന് പറയുന്നത് ഓക്സിലറി വേർബും മെയ്ഡ് എന്ന് പറയുന്നത് മെയിൻ വേർബുമാണ്. അപ്പൊ എന്തിനു മാത്രമേ നിങ്ങൾ പാസ്റ്റിലേക്ക് മാറ്റാവുള്ളൂ? ഇവിടെ ഓക്സിലറി വേർബിനെ. സോ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഹാസും ഹാവും വന്നാൽ എന്തിലേക്ക് മാറ്റിക്കോളാം? ഹാഡിലേക്ക് മാറ്റിക്കോളാം. ഫിദേസ് ബ്രദർ ഹാസ് മെയ്ഡ് ഇറ്റ് എന്നുള്ള എന്താവും? ഹാസ് മെയ്ഡ് എന്നാവും. ആൻഡ് ഇറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? ഇത് എന്നുള്ളത് അത് എന്നാക്കാം. ഓക്കെ, യെസ്, ഡൺ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. റെഡി ആണല്ലോ? ഓക്കെ, ഇതാണ് അടുത്ത ചോദ്യം. ചെയ്യാൻ പറ്റുമോ? നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1. ഹൂ ആസ്ക്ഡ് ടു ഹും ഓർ ഹൂ റിപ്ലൈഡ് ടു ഹും. ആരോട് ചോദിച്ചു അല്ലെങ്കിൽ ഉത്തരം കൊടുത്തു? ഇവിടെ ആരോടാ ചോദിക്കുന്നത്? മിസ്റ്റർ ജോൺ ആസ്ക്ഡ്. മിസ്റ്റർ ജോൺ ആസ്ക്ഡ് ഡോക്ടർ ക്രോണിൻ. മിസ്റ്റർ ജോൺ ആസ്ക്ഡ് ഡോക്ടർ ക്രോണിൻ. ഓക്കെ, ഡൺ. രണ്ടാമത്തത് ലിങ്കിങ് വേർഡ്, അനുയോജ്യമായ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലിങ്കിങ് വേർഡ് ചേർക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇത് ഡു എന്ന് പറഞ്ഞ ഓക്സിലറി വേർബിൽ തുടങ്ങുന്ന ഒരു ചോദ്യമാണ്. സോ ഓക്സിലറി വേർബിൽ തുടങ്ങുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്?
അത് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യന്റെ ലിങ്കിങ് വേർഡ് എന്തായിരുന്നു? ഒന്നിക്കെങ്കിൽ ഇഫ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കാം. ഞാൻ തൽക്കാലം ഇഫ് ഉപയോഗിക്കുന്നു. സോ സ്റ്റെപ്പ് നമ്പർ 2 കഴിഞ്ഞു. സ്റ്റെപ്പ് നമ്പർ 3 എന്താണ്? റൈറ്റ് ദ സബ്ജക്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ലിങ്കിങ് വേർഡ്. ലിങ്കിങ് വേർഡിന് ശേഷം എന്ത് എഴുതുക? സബ്ജക്ട് എഴുതുക. ഡു യു റിമെമ്പർ മീ? നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ മീ? നീ എന്നെ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ? സോ ഈ യു എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഡോക്ടർ ക്രോണിനെയാണ്. സബ്ജക്റ്റ് യു ആണ്. പക്ഷെ അവർ രണ്ടുപേരും സംസാരിക്കുമ്പോഴാണ് യു. നമുക്ക് യു അല്ല, നമുക്ക് അവനോ അവളോ ആണ്. ഓക്കെ, സോ യു എന്നുള്ള സബ്ജക്റ്റ് താഴേക്ക് വരുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവും? ഡോക്ടർ ക്രോണിനെ റെഫർ ചെയ്യുന്നതുകൊണ്ട് ഹി എന്നാവും. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് വെരി ക്രൂഷ്യൽ. അടുത്ത സ്റ്റെപ്പ് എന്താ അറിയോ? വേർബിനെ പാസ്റ്റിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഓക്സിലറി വേർബിനെ പാസ്റ്റിലേക്ക് മാറ്റും. മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ ഡു എന്ന് പറഞ്ഞൊരു ഓക്സിലറി വേർബും റിമെമ്പർ എന്ന് പറഞ്ഞൊരു മെയിൻ വേർബും ഉണ്ട്. അവിടെ എന്തിനാണ് നിങ്ങൾ മാറ്റേണ്ടത്? ഡൂവിനെയാണ് മാറ്റേണ്ടത്. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഡൂം ഡസും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഡൂം ഡസും വന്നു കഴിഞ്ഞാൽ ഡിഡ് ആയിക്കൊള്ളണം. ഓക്കെ, ആയിക്കോട്ടെ, ശരി, അങ്ങനെ ചെയ്യാം. സോ ഡു വന്നുകൊണ്ട് ഡിഡ് ആയി. റിമെമ്പറിന് എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല, റിമെമ്പർ തന്നെ എഴുതുന്നു. റിമെമ്പർ മീ, എന്നെ ഓർക്കുന്നുണ്ടോ? അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവും? അവനെ ഓർക്കുന്നുണ്ടോ എന്നാവും. റിമെമ്പർ ഹിം. സോ ഇങ്ങനെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണ്. നിങ്ങൾക്ക് അവിടെ വേറൊരു കാര്യം കൂടെ ചെയ്യാം. അതായത് ഇവിടെ ഡിഡിനെയും റിമെമ്പറിനെയും നിങ്ങൾക്ക് ക്ലബ് ചെയ്യാം. എന്നിട്ട് ഡിഡ് പ്ലസ് റിമെമ്പർ എന്താണ് എന്ന് അറിയുന്നവർക്ക് അത് എഴുതാം. ഡിഡ് റിമെമ്പർ എന്ന് എഴുതുന്നതിന് വരെ എന്ത് എഴുതാം? റിമെമ്പേർഡ് എന്ന് എഴുതാം. എന്തെഴുതാം? റിമെമ്പേർഡ് എന്ന് എഴുതാം. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ശരി. അടുത്തത് ബി ക്വസ്റ്റ്യൻ. അഗൈൻ സെയിം കാര്യമാണ്. രണ്ടാമത്തെ നിങ്ങൾക്ക് തരുന്ന രണ്ടാമത്തെ സെന്റൻസ് ഉത്തരമായിരിക്കും. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് ആര് ഉത്തരം കൊടുത്തു എന്ന് പറയാം. ഡോക്ടർ ക്രോണിൻ റിപ്ലൈഡ് എന്ന് എഴുതുന്നു. അടുത്തത് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അല്ലെ, നമുക്ക് എല്ലാം എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം ഉത്തരങ്ങൾ എപ്പോഴും എന്തായിരിക്കും? സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. സോ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഞാൻ ലിങ്കിങ് വേർഡ് ആയിട്ട് എന്ത് എഴുതുന്നു? ദാറ്റ് എഴുതുന്നു. എന്ത് എഴുതുന്നു? ദാറ്റ് എഴുതുന്നു. അതിനുശേഷം ലിങ്കിങ് വേർഡിന് ശേഷം സബ്ജക്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, സബ്ജക്ട് ഏതാ? ഐ ഹാവ് നെവർ സീൻ യു ഇൻ മൈ ലൈഫ്. ഞാൻ നിങ്ങളെ ഇതുവരെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാനാണ് സബ്ജക്ട്, ഐ ആണ് സബ്ജക്ട്. സോ ഐ എന്ന് ഡോക്ടർ ക്രോണിനാണ് പറയുന്നത്. സോ ഐ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവും? അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല എന്നാവും. ഐ എന്നുള്ളത് എന്താവും? ഹി എന്നാവും. ഹാവ് എന്നുള്ളത് എന്താവും? ഹാഡ് ആവും. നെവറിന് മാറ്റമൊന്നുമില്ല. സീൻ മെയിൻ വേർബിന് ഒരു മാറ്റമില്ല. സീൻ യു എന്നുള്ളത് അവനെ എന്നാവും. ഇൻ എന്റെ ലൈഫ് എന്നുള്ളത് അവന്റെ ലൈഫ് എന്നാവും. ഓക്കെ, ഡൺ. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? റെഡി. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് എന്ന് സാറ് പറയാം. നോക്കിക്കോളെ, ഇവിടെ നമ്മൾ സെയിം റൂൾസ് ഒക്കെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്പ് നമ്പർ 1, ആരോട് ചോദിച്ചു? ഹു ആസ്ക്ഡ് ടു ഹും. ഓക്കെ, നമുക്ക് നോക്കാം ആരോടാ ചോദിച്ചത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ വാട്ട് ഡിഡ് ഗ്രാൻഡ് ഫാദർ ആസ്ക് എന്നാണ് കേട്ടോ. വാട്ട് ഡിഡ് ഗ്രാൻഡ് ഫാദർ ആസ്ക്? വാട്ട് വാസ് മാർത്താസ് റിപ്ലൈ? വാട്ട് വാസ് മാർത്താസ് റിപ്ലൈ? ഓക്കെ, നോക്കാം നമുക്ക്. Grandfather, okay, pardon me for my handwriting. Grandfather asked Martha, അല്ലെ? Grandfather asked Martha. Grandfather മാർത്തയോട് ചോദിക്കുന്നു. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 എന്താ? സ്റ്റെപ്പ് നമ്പർ 2 അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലിങ്കിങ് വേർഡ് എഴുതുക എന്നുള്ളതാണ്. സോ വാട്ട് ഡിഡ് ദ പ്രിൻസിപ്പൽ ആസ്ക് എന്നുള്ളത് ഒരു WH ക്വസ്റ്റ്യൻ ആണ്. സോ WH ക്വസ്റ്റ്യനിൽ ഏതാണോ ക്വസ്റ്റ്യൻ വേർഡ്, ഇപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ വേർഡ് എങ്കിൽ അതാണ് ലിങ്കിങ് വേർഡ്. സോ വാട്ട് എന്ന് എഴുതുന്നു. ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് മാർത്ത വാട്ട്. ഇനി എന്താ ചെയ്യാം? സ്റ്റെപ്പ് നമ്പർ 3, അനുയോജ്യമായ ലിങ്കിങ് വേർഡ് എഴുതുക. നോക്കൂ, വാട്ട് ഡിഡ് ദ പ്രിൻസിപ്പൽ സേ? ഇവിടെ ഡിഡ് എന്ന് പറയുന്നത് V2 ആണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ഓക്സിലറി വേർബിന്റെ V2 അല്ല, മെയിൻ വേർബിന്റെ V2 വന്നാലാണ് സബ്ജക്ട് ഇല്ലാതിരിക്കുക. ഓക്കെ, ശരി. അപ്പൊ വാട്ട് ഡിഡ് ദ പ്രിൻസിപ്പൽ സേ? പ്രിൻസിപ്പൽ എന്ത് പറഞ്ഞു? അപ്പൊ സബ്ജക്ട് ആരാ? സബ്ജക്ട് പ്രിൻസിപ്പൾ ആണ്. സബ്ജക്ട് ആരാണ്? പ്രിൻസിപ്പൾ ആണ്. സോ വാട്ട് ദ പ്രിൻസിപ്പൾ. ഇനിയാണ് പ്രശ്നം. ഇനി നോക്കൂ, ഇവിടെ ഡിഡും ഉണ്ട്, ഇവിടെ സേയും ഉണ്ട്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഡിഡ് വന്നു കഴിഞ്ഞാൽ എന്ത് വന്നു കഴിഞ്ഞാൽ കൃത്യമായി ഓർമ്മിച്ചു വെച്ചോ. ഡിഡ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം? ഹാഡ് പ്ലസ് V3യിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ എന്ത് V3, ഏത് വെർബിനെയാണ് നിങ്ങൾ V3യിലേക്ക് മാറ്റാൻ പോകുന്നത്? ഡിഡിനെയാണോ നിങ്ങൾ V3യിലേക്ക് മാറ്റാൻ പോകുന്നത്? ഡിഡിനെ ഡൺ ആക്കാൻ പോവാണോ? അല്ല. ഇവിടെ തന്നിരിക്കുന്ന വെർബ് ഉണ്ടല്ലോ, ഇയാളെ. സോ സേയുടെ V3 എന്ന് പറഞ്ഞാൽ എന്താണ്?
സെഡ് ആണ്. സോ ഡിഡ് പ്ലസ് എ വന്നു കഴിഞ്ഞാൽ അതിനെ ഹാഡ് പ്ലസ് V3 മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്നുള്ളതാണ്. വാട്ട്, ഞാൻ ഇത് ഇങ്ങോട്ട് താഴേക്ക് എടുക്കാം കേട്ടോ. വാട്ട് ദ പ്രിൻസിപ്പൽ ഹാഡ് സെഡ്. What the principal had said. മനസ്സിലായോ? ശരിയായോ? ഓക്കെ, അടുത്ത ചോദ്യം അതിലും ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, മാർത്ത റിപ്ലൈഡ് ദാറ്റ്. ഉറപ്പായിട്ടും ദാറ്റ് ആണ്, കാരണം സ്റ്റേറ്റ്മെന്റ് ആണ്. സബ്ജക്ട് എഴുതണം, ലിങ്കിങ് വേർഡ് കഴിഞ്ഞിട്ട് സബ്ജക്ട് എഴുതണം. ഐ കഴിഞ്ഞിട്ട് എന്താണ്? ഷീ. അടുത്തത് ഇവിടെ വുഡും ഉണ്ട് ഗെറ്റും ഉണ്ട്. വുഡ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബും ഗെറ്റ് എന്ന് പറഞ്ഞ മെയിൻ വെർബും ഉണ്ട്. നിങ്ങൾ എന്തിനെ മാത്രം മാറ്റിയാൽ മതി? വുഡിനെ മാത്രം മാറ്റിയാൽ മതി. സർ, വുഡിനെ മാറ്റാൻ പറ്റൂലല്ലോ, കാരണം വില്ല് വന്ന വുഡാണ്, വുഡ് വന്ന നോ ചേഞ്ച് ആണെങ്കിൽ നോ ചേഞ്ച് അതുപോലെ എടുത്ത് എഴുതി വെക്കുക. ഷീ വുഡ് നോട്ട്. അടുത്തത് അവിടെ ഒരു ഗെറ്റ് കിടപ്പുന്നുണ്ട്, കണ്ടോ? നിങ്ങൾക്ക് തോന്നും, പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് തോന്നും, സർ എന്തായാലും വുഡിനെ മാറ്റിയിട്ടില്ലല്ലോ, വുഡിനെ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഗെറ്റിനെ മാറ്റി ഗോട്ടാക്കാം. നമ്പാതെ. നിങ്ങളോട് അങ്ങനെ നിങ്ങളുടെ മനസ്സ് പറയും ആ പ്രഷർ സിറ്റുവേഷനിൽ, പക്ഷെ നമ്പരുത്. ഓക്കെ, നിങ്ങൾ റൂളുകളെ നമ്പുക. നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റിങ്റ്റുകൾ എപ്പോഴും നമ്പാതിരിക്കുക. ഓക്കെ, പ്രത്യേകിച്ച് ഗ്രാമറിന്റെ കേസിൽ. സോ ഇവിടെ ഗെറ്റ് തന്നെയാണ്. ഷീ വുഡ് നോട്ട് ഗെറ്റ് ദി ജാക്കറ്റ്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്കുള്ള പണി ഒളിച്ചു കിടപ്പുള്ളത്. അവിടെ ആരുണ്ട്? അവിടെ ഒരു ഇഫ് ഉണ്ട്. അവിടെ ഒരു എന്തുണ്ട്? ഇഫ് ഉണ്ട്. ആ ഇഫിന്റെ സ്ഥലത്ത് വേണമെങ്കിൽ ചിലപ്പോൾ വേറൊരാൾ കൂടെ വരാം. ദാറ്റ് വരാം, അല്ലെങ്കിൽ വെദർ വരാം. ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അത് രണ്ട് ക്ലോസുകളാണ് അല്ലെങ്കിൽ രണ്ട് നൗൺ ഫ്രേസുകളാണ്. ഓക്കെ, സോ അപ്പൊ എന്ത് ചെയ്യണം? ഈ രണ്ട് ഫ്രേസുകളെ, അതായത് ഈ ഇഫ്, ദാറ്റ്, വെദർ, ഇതിന്റെയൊക്കെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള വേർബുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ വീണ്ടും തുടങ്ങണം. അവിടെയും ഇഫ് കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? ഐ ഉള്ളത്. ഐ എന്നുള്ളത് മാർത്ത ആയതുകൊണ്ട് ഷീ എന്ന് എഴുതുന്നു. ഇനി ഡിഡിൻറ്റ് പേ. ഡിഡ് വന്നാൽ ഹാഡ് പ്ലസ് V3 ആവും. അപ്പോ ഡിഡിൻറ്റ് വന്നാലോ? ഡിഡിൻറ്റ് വന്നാൽ ഹാഡിൻറ്റ് പ്ലസ് V3 ആവും. ഡിഡ് വന്നാൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ ഡിഡിൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താവണം? ഹാഡിൻറ്റ് V3 ആവണം. സോ ഡിഡിൻറ്റ് പേ എന്നുള്ള എന്താവും? ഇഫ് ഷീ ഹാഡിൻറ്റ് പെയ്ഡ് $15. മനസ്സിലായോ? സോ എപ്പോഴും ആലോചിക്കുക, റിപ്പോർട്ടഡ് സ്പീച്ച് അല്ല, ഏത് ഗ്രാമർ ടോപ്പിക് ആയാലും അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത്. ആദ്യം ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ. കാരണം അങ്ങനെ നമുക്കിത് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ശരിയല്ലേടാ? ഓക്കെ, സോ ഈ ലൈവ് അല്ലെങ്കിൽ ഈ കോണ്ടന്റ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. റിപ്പോർട്ട് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര എളുപ്പത്തിൽ ചെയ്യാമായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോഴും റിപ്പോർട്ട് സ്പീച്ച് ബുദ്ധിമുട്ടാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ എടുത്ത വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒരു കാര്യം കൂടെ മക്കളെ, പരീക്ഷയ്ക്ക് ഒരുപാട് ദിവസമൊന്നും ബാക്കിയില്ല. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഈ ഒരു ചോദ്യം നിങ്ങളുടെ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് 2023 ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇവിടെയും നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഡയറക്റ്റഡ് വന്നാൽ എന്താവും എന്നുള്ളത്, വാസ് വന്നാൽ എന്താവും എന്നുള്ളത്, ഇവിടെ ദാറ്റ് വന്നതുകൊണ്ട് വീണ്ടും ഡയറക്റ്റഡിനെ മാറ്റണം എന്നുള്ളത്, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ ആൻസർ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ലൈവിൽ ഞാൻ ഇതിന്റെ ആൻസർ പറയാം. സോ ഗംഭീരമായി പഠിക്കുക. ഗ്രാമർ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ആണ് എന്നൊക്കെ എനിക്കറിയാം, പക്ഷെ നാച്ചു സാറിന്റെ മക്കള് ഗ്രാമറിൽ എന്ത് ചെയ്യില്ല, തോറ്റു കൊടുക്കില്ല. നമ്മൾ എല്ലാ ചോദ്യങ്ങളും ഗംഭീരമായി ചെയ്യും. അതിനുള്ള വർക്ക്, ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒക്കെ നമ്മൾ ചെയ്യും. സോ നിങ്ങൾ എല്ലാവരും എൻ്റെ മക്കളാണ്, ഗംഭീരമായിട്ട് പഠിക്കണം. ആൻഡ് നിങ്ങളുടെ സ്നേഹം എനിക്ക് കമന്റ് ബോക്സിൽ കാണാം. അടുത്ത വീഡിയോയുമായിട്ട് ഉറപ്പായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും. സോ until then, this is Nasser Faruddin signing off from Xylem Learning. Happy learning everybody. All the best.